ഹായ് ഓൾ വെൽക്കം ടു പാൻ ആൻഡ് പോട്ട്. എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ചിക്കൻ റെസിപ്പി ആയിട്ടാണ്. ഇതാണ് അച്ചാറി ചിക്കൻ. ഇത് ഹൈദരാബാദി ഡിഷാണോ പാകിസ്ഥാനി ഡിഷാണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. പക്ഷെ എന്നെ ഇത് പഠിപ്പിച്ചത് എൻ്റെ ഹൈദരാബാദി ഫ്രണ്ടാണ്. എന്നാ നമുക്ക് റെസിപ്പി നോക്കിയാലോ? 1 കിലോ ചിക്കൻ ക്ലീൻ ചെയ്തെടുത്ത് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടേബിൾ സ്പൂൺ വീതം മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി, നോർമൽ ചില്ലി, 1 കപ്പ് തൈര് ഇത്രയും ചേർത്ത് വെക്കുക. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വീതം ചെറിയ ജീരകവും പെരുംജീരകവും, ഓരോ ടേബിൾ സ്പൂൺ വീതം ഉലുവയും കടുകും, പിന്നെ ഒരു 4 വറ്റൽമുളകും ചേർത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി മിക്സീൻ്റെ ചെറിയ ജാറിലൊന്ന് പൊടിച്ചെടുക്കുക. ഫൈൻ പൗഡർ ആവണ്ട, ഒരു തരി തരി ആ ഒരു ടെക്സ്ചറിലുള്ള പൗഡർ ആക്കിയാൽ മതി. ഇനി ഈ മസാലയെല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ടൈം ഉണ്ടെന്നാണെങ്കിൽ 2 മണിക്കൂർ വെക്കുക. നമ്മൾ എത്രത്തോളം മാരിനേറ്റ് ചെയ്ത് വെക്കുന്നോ അത്രത്തോളം ഈ മസാലയ്ക്ക് ചിക്കനിൽ നന്നായിട്ട് പിടിക്കും. ചിക്കൻ റെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു 4 മീഡിയം സൈസ്ഡ് ഉള്ളി കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഒരു ടൊമാറ്റോ പ്യൂരെ ആക്കി എടുക്കാം. 1 മണിക്കൂറിന് ശേഷം ഒരു പാൻ ചൂടാക്കി അത്യാവശ്യം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെയുള്ള ഡിഷിൽ ഓയിൽ കുറച്ചധികം നമ്മൾ ആഡ് ചെയ്യണം. ഓയിൽ ചൂടായതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ഉള്ളി നന്നായി വഴറ്റിയെടുക്കുക. വഴറ്റിയാൽ മാത്രം പോരാ, ബ്രൗൺ കളറാവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ടൊമാറ്റോ പ്യൂരെ ഇതിലേക്ക് ആഡ് ചെയ്ത് അടച്ചു വെച്ച് കുറച്ച് സമയം കുക്ക് ചെയ്തെടുക്കാം. ടൊമാറ്റോ ജ്യൂസ് ഞാൻ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ആക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുക്ക് ചെയ്യുന്ന ടൈം നമ്മളിതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കുക്കാകുമ്പോൾ തന്നെ വെള്ളം ഇറങ്ങി വന്നോളും. ഇപ്പോൾ നമ്മൾ ചിക്കൻ നല്ല കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു ഹാഫ് ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് പോലും വെള്ളം ഒഴിക്കാണ്ടാണ് നമുക്ക് ഇത്രയും ഗ്രേവി കിട്ടിയത്. ഇനി നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് ലൂസാക്കോ അല്ലെങ്കിൽ കുറച്ചുകൂടി കുറുക്കിയെടുക്കോ, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. പക്ഷെ എനിക്ക് തോന്നിയത് കുറച്ചുകൂടി കുറുക്കിയിരിക്കുമ്പോഴാണ് ഈ കറിക്ക് കുറച്ചുകൂടി ടേസ്റ്റ്. അങ്ങനെ നമ്മൾ അച്ചാറി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇതേപോലെ തിന്നായി കട്ട് ചെയ്തിട്ടുള്ള കുറച്ച് ജിഞ്ചർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കൊറിയാൻഡർ ലീവ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മേലെ ഒരു 3 പച്ചമുളക് സ്ലൈസ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ടൈപ്പ് കറിയിലൊക്കെ കുറച്ച് സ്പൈസിനെസ്സും ഓയിലൊക്കെ കൂടുതലായിരിക്കും. എനിക്ക് തോന്നുന്നു അതായിരിക്കും ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത്. എപ്പോഴും ഒരേ ടേസ്റ്റിലുള്ള ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ ഇതൊന്നും ഉണ്ടാക്കാണ്ട് ഇടയ്ക്ക് ഇതേപോലെ വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും റെസിപ്പി ട്രൈ ചെയ്യുമ്പോൾ നല്ല രസമായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരു നെക്സ്റ്റ് വീഡിയോ വീണ്ടും വരുന്നവരെ ബൈ.